നമസ്കാരം. ഈ മണിക്കൂറിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല ദർശനത്തിനായി എത്തിയ മനീതി സംഘത്തിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്ര ഇന്റലിജൻസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഇവരുടെ വിശദാംശങ്ങൾ തേടിയാണ് തമിഴ്നാട് NIA ഘടകം റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. പ്രാഥമികമായ അന്വേഷണം NIA ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. NIA ഉദ്യോഗസ്ഥരുമായി നമ്മൾ കൊച്ചിയിലെ NIA ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ കേരളത്തിലെ NIAയുമായി ബന്ധപ്പെട്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും കേരളത്തിലെ NIAക്ക് അറിയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ചെന്നൈയിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു സൂചനകൾ ലഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സംഘത്തിലെ ചിലരുടെ നക്സൽ ബന്ധം, മാവോയിസ്റ്റ് ബന്ധങ്ങളെക്കുറിച്ചാണ് ഇത്തരത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സാക്കിർ നായിക്കിനെ അടക്കം അനുകൂലിച്ചുകൊണ്ട് ഇതിൽ ചിലർ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഇവർക്ക് മറ്റാരെങ്കിലും തന്നെ ഫണ്ടിങ് ചെയ്തിട്ടുണ്ടോ, ഇതിൽ ചില മതമാറ്റ സംഘങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ ഒരു സംഭവങ്ങളുടെ എല്ലാം തന്നെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ NIA ഈ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ശബരിമല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് NIA ഏറ്റെടുക്കുന്ന ആദ്യത്തെ കേസ് കൂടിയാണ്. NIAയുടെ പ്രാഥമിക അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ട ഒരു നിലയിലേക്കുള്ള തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ, അത്തരത്തിലുള്ള ഉപോത്ബലകമായ തെളിവുകൾ, അടിസ്ഥാനപരമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ മാത്രം NIA കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. ഇപ്പോൾ നടക്കുന്നത് പ്രാഥമികമായ അന്വേഷണമാണ്. ഇതിൽ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് സെൽവി അടക്കമുള്ള 11 അംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിനായി ഞായറാഴ്ച കേരളത്തിലെത്തിയത്. ഇവർ എത്തുന്ന ഘട്ടത്തിൽ ഇവർ വന്നിരുന്ന വാഹനത്തിൻ്റെ ഉടമസ്ഥനെ അടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ തേടിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് അന്വേഷണങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നത്. സാക്കിർ നായിക്കും അടക്കമുള്ള ഭീകര സംഘടനാ നേതാക്കളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഇവർക്കുണ്ടോ, മതമാറ്റ ലോബിയുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, ഒപ്പം തന്നെ ഇവർക്ക് ആരാണ് ഫണ്ട് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് മറ്റ് കേരളത്തിൽ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ശബരിമലയിലെ സുഗമമായ ദർശനത്തിന് വിഘാതം സൃഷ്ടിക്കാൻ വേണ്ടി ഏതെങ്കിലും ആളുകളുടെ, ഏതെങ്കിലും സംഘടനകളുടെ, ഏതെങ്കിലും നിരോധിത സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇവർ പണം കൈപ്പറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശബരിമലയിൽ എത്തിയ 11 അംഗ സംഘത്തിലെ ചില യുവതികൾക്ക് മേൽ വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് മനീതി സംഘത്തിലെ നേതാവ് സെൽവിക്ക് മാവോയിസ്റ്റ് ബന്ധമുള്ളതായി സൂചന ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായാണ് ഇപ്പോൾ NIA അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്, പ്രാഥമികമായ അന്വേഷണം. അതേസമയം ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന യുവതികൾക്ക് നിലയ്ക്കൽ നിന്നോ പമ്പയിൽ നിന്നോ മാത്രമാണ് ഇവർക്ക് സുരക്ഷ ഒരുക്കുകയുള്ളൂ എന്നായിരുന്നു നേരത്തെ കേരള പോലീസ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇവർ എത്തുന്ന ഘട്ടത്തിൽ ചെന്നൈയിൽ പോയി അവരെ മധുര വഴി പല ഘട്ടങ്ങളിലായി പല ഊടുവഴികളിലൂടെ അടക്കം തന്നെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് കേരള പോലീസ് പമ്പയിൽ എത്തിക്കുകയായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഉണ്ടാകുകയാണെങ്കിൽ അതിനെയെല്ലാം തന്നെ നേരിടാൻ പറ്റുന്ന രീതിയിലുള്ള കൃത്യമായ ആക്ഷൻ പ്ലാൻ പോലും പോലീസ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയിരുന്നു. ഇതിനുവേണ്ടി ഒരു CI, 2 SI, 2 സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവരടങ്ങുന്ന സംഘമായിരുന്നു മനീതി സംഘത്തെ തമിഴ്നാട്ടിൽ പോയി സ്വീകരിച്ച് ആനയിച്ച് എത്തിക്കുകയായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോട്ടയം, ഇടുക്കി എന്നിവിടങ്ങളിലെ അതിർത്തിയിൽ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് ഇവരെ മനീതി സംഘത്തിന് അകമ്പടി സേവിച്ചിരുന്നു. അത്തരത്തിൽ ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ 8ഉം 9ഉം വാഹനങ്ങളിൽ, പോലീസ് വാഹനം തന്നെ ഇവരെ അകമ്പടി സേവിച്ചിരുന്നു. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. മറ്റ് വേറെയും യുവതികൾ ഇത്തരത്തിൽ ശബരിമല ദർശനത്തിനായി പോലീസിൽ അനുമതി തേടിയിരുന്നു. അവരോടെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞത് നിലയ്ക്കൽ എത്തുക, എരുമേലിയിൽ എത്തുക, അവിടെ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകാം എന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇവർക്ക് മാത്രം എന്തുകൊണ്ട് സംരക്ഷണം നൽകി? മറ്റ് യുവതികളും ശബരിമല ദർശനത്തിനായി അനുമതി തേടിയിരുന്നു. ഈ യുവതികളോടെല്ലാം തന്നെ കൃത്യമായി പോലീസ് പറഞ്ഞത് നിലയ്ക്കലിലോ ഒപ്പം തന്നെ എരുമേലിയിലോ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സുരക്ഷ നൽകാമെന്നാണ് പറഞ്ഞത്. അതേസമയം ഇവർക്ക് കൃത്യമായി ചെന്നൈയിലെത്തി തന്നെ പോലീസ് അകമ്പടി നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നു. എന്തായാലും സെൽവി അടക്കമുള്ള 11 അംഗ സംഘത്തിൻ്റെ കൃത്യമായ മാവോയിസ്റ്റ് ബന്ധം, ഭീകര സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടോ, പ്രത്യേകിച്ച് സാക്കിർ നായിക്ക് അടക്കമുള്ളവരെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ ഇവർ രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഒപ്പം തന്നെ മതമാറ്റ ലോബിയുമായി ഇവർക്ക് ബന്ധമുണ്ടോ, മതമാറ്റ ലോബിയുടെ ചില പരിപാടികളിൽ പങ്കെടുക്കുന്ന മനീതി അംഗങ്ങൾ പങ്കെടുക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് NIA എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.